ഹായ്, പുതിയൊരു താജ് വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു 6 മണിയാകുമ്പോഴത്തേനും എണീച്ച് ഇതാ താജിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പട്ടികളാണ്. ഞാൻ പുറത്ത് അടിച്ചു വലിച്ചിരിക്കണ ഇതിൻ്റെയൊക്കെ ഞാൻ പറയും. അപ്പോൾ താജി പോയിട്ട് വേലാണ് ടിക്കറ്റ് എടുത്തിട്ടില്ല. ടിക്കറ്റ് അപ്പുറത്ത് ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ആണ്. ഓൺലൈൻ പേ സീനാട്ടോ അവിടെ അപ്പോൾ ടിക്കറ്റ് അവിടുന്ന് ഓൺലൈനായിട്ട് കിട്ടുള്ളൂ പറഞ്ഞ് അതിൽ നടന്നു നോക്കാം. എടാ ഇതല്ല, ഇതാ ഗേറ്റ് അല്ല, അപ്പുറത്തെ മെയിൻ ഗേറ്റ് വേറെ ഗേറ്റ്. അത് പെണ്ണിലാണോ? ചെറുതുകളും കൂടെ ഇതവിടുന്ന് കയറുന്ന ഗേറ്റ് ആവില്ലടാ. ഇത് മെയിൻ ഗേറ്റാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ പ്രജ്വല് കാണാം. ക്യാമറ കാണാല്ലേ, ഞങ്ങൾക്ക് നേരിട്ട് കാണാണ്ട്. അന്നമ്മല്ലോ ചിലപ്പോൾ എങ്ങനെയുണ്ട് സാധനം കണ്ടിട്ട് എങ്ങനെയുണ്ട് കണ്ടാ മതി. എല്ലായിടത്തും ഫോട്ടോഷൂട്ടാ. താജ്മഹലിൻ്റെ അടുത്തെത്തി നമ്മൾ. ക്യാമറയിൽ ഒതുങ്ങലിൻ്റെ അവിടെ എത്തിയപ്പോൾ വൈഡായിട്ട് പോലും ഞാൻ നോക്കിക്കാറേ. രാഷ്ട്രീയക്കാരെ Wazoo tank only for Namazis. ടാങ്കാണ്, വെള്ളമൊന്നുമില്ല. പക്ഷേ
ഇന്ത്യയിലുള്ള ഓരോ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഇപ്പോൾ കേരളം കൊടുത്തില്ല, കേരളത്തിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് കൊടുത്തുള്ള ഫോർട്ട് കൊച്ചിയും കോവളമാണ്. അങ്ങനെ ഇങ്ങനെ മെയിൻ സ്ഥലങ്ങൾ ഇങ്ങനെ അതിൻ്റെ ഫോട്ടോസും പിന്നെ മഹാത്മാഗാന്ധിയുടെ കാലത്തുള്ള ആൾക്കാരും പിന്നെ നമ്മളെ സ്വാമി വിവേകാനന്ദ പിന്നെ ഇങ്ങനെ ഓരോരോ സ്പോട്ടുകൾ മെയിൻ സ്പോട്ടുകൾ ഇന്ത്യത്തെ നടന്ന് കാണാം. അതാ ഇവിടുത്തെ വ്യൂ ഒക്കെ കുറെ ടെമ്പിളിന്റെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അത് ഇതൊക്കെ ഉണ്ട്. പഞ്ചാബിൽ ഗോൾഡൻ ടെമ്പിൾ, പിന്നെ മുംബൈയിലാണ് താജ്, ഡൽഹിയിലുള്ള ആകെ ജമ്മാ മസ്ജിദ്, പിന്നെ ഹംപി എല്ലാം ഉണ്ട്. മെയിൻ ഐറ്റംസ് ഒക്കെ ഉണ്ട്. കേരളത്തിൽ ശ്രീ അനന്ത പത്മനാഭ ടെമ്പിള് കാസർഗോഡ്, പിന്നെ ഉള്ളത് കോഴിക്കോട് ശ്രീ തളി ടെമ്പിള്, പിന്നെ ഉള്ളത് മറ്റേ കണ്ണൂരുള്ള ശ്രീ ജൽദുർഗ ലേക്ക് ടെമ്പിള്, പിന്നെ മറ്റേ കേരളം ഉള്ളത് ഇരട്ടയ്യപ്പൻ ഷൈൻ, കൊറേ ഉണ്ട് അല്ലേ. ഇവിടെ നടക്കണതാ മെയിൻ എക്സിറ്റ് ഗേറ്റ് അല്ലേ? ഇവിടെ നടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ. ഇത് എക്സിറ്റ് ഗേറ്റ് ആണ്. നമ്മൾ കണ്ടു കഴിഞ്ഞു താജ്മഹൽ. നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പോവാണ്. സൂര്യൻ ചെറുതായി കാണാണ്ട് ഇവിടെ. സമയം അപ്പം 8:23. ഇന്നത്തെ റഷ് നോക്കിയല്ലേ. രാവിലെ കാണാൻ വരുന്നവരെല്ലാവരും രാവിലെയാണ് വൈബ്. രാവിലത്തെ വൈബാണ് ഇവിടെ വൈബ്. അവിടുന്ന് എക്സിറ്റ് ചെയ്ത് നേരെ വന്നൊരു ചായക്കട കണ്ടു. ചായ കമ്പനി. അവിടെ ഒരു ചായ 25 രൂപ ചായ, 25 രൂപ സമൂസ. ഇതിന് 30 രൂപ. ഇത് ചാട്ട് പോലെ ഒരാക്കി തരും. അതിന് 30 രൂപ. ഒരു സമൂസക്ക് 25 രൂപ അല്ലേ? ഇത് രണ്ടാൾ കുടിക്കാളുണ്ട് കേട്ടോ. വലിയ ക്ലാസ് അതെടുത്തു. ഇതിൽ നമ്മൾക്ക് സോസും ചട്നിയും കൂടിയിട്ട് അവർ മിക്സ് ചെയ്തിട്ട് ഇവിടുത്തെ ടേസ്റ്റ് ഇങ്ങനെയാണ്. സോ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ടേസ്റ്റ് കൊള്ളാം. हाय बोलो, यूट्यूब में आना है. I am also YouTube.
എല്ലാവർക്കും ഉള്ളത് യൂട്യൂബ്. Instagram also. ആഹാ. You check Instagram also. സുന്ദരി കുതിര ഉണ്ട് ഇവിടെ. സുന്ദരി കുതിര എന്തത് ഇതില്ലാത്ത എല്ലാ കളറും ഉണ്ട്. എല്ലാ കളറും ഉണ്ട്. ചവിട്ടട്ടെ എവിടെ എത്തി നമ്മൾ. ഹോൾ സ്കോർ കൂടുതലാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്, താജിൽ നിന്ന് ഇറങ്ങാണ് ഇപ്പോൾ. പിന്നെ അടുത്ത ആഗ്ര ഫോർട്ടിൽ പോകുന്നുണ്ട്. അവിടേക്ക് ഇനി പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഒരു എടുത്ത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. ആഗ്ര ഫോർട്ട് നമ്മൾ പോകുമ്പോൾ കാണുന്നു. താജ്മഹൽ പറയാം. താജ്മഹൽ പറഞ്ഞ പോലെ തന്നെ 7 വണ്ടേഴ്സിലൊന്നാണ്. അത് മാത്രമേ ഉള്ളൂ. കണ്ടിരിക്കേണ്ട ഒരു മുതലാണ് അത്. കണ്ടിരുന്നു പോകും. നമ്മൾ കണ്ണെടുക്കാൻ പറ്റില്ല, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ അവിടെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൊമാൻറ്റിക് ഫീല് കപ്പിളായിട്ട് പോയവർക്ക് എന്തായാലും വരും എന്നുള്ള കാര്യം ഷുവറാണ്. പിന്നെ വേറെ വെള്ളിയാഴ്ച പോകാതിരിക്കുക. പോവുകയാണെങ്കിൽ രാവിലെ തന്നെ ഏർലി മോർണിംഗ് പോവുക എന്നാണ് ബെസ്റ്റ് നമ്മൾ അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്നത്. आपका नाम क्या है? സച്ചിൻ. സച്ചിൻ 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 ഭായ് ഹായ് बोलो. ഹായ് ഹായ് ഹായ്. ആലു പൊറാട്ട ഉണ്ടോ? പൂരി ഭാജി, ചോല പൂരി ഉണ്ടോ? പിന്നെ എന്നാ വേണം പറയും. ചായ വേണം. ചായ എത്ര? പിന്നെ ചോല ഭട്ടൂര. ആള് മലയാളമൊക്കെ പറയണ്ട. എന്നെ നോക്കി മലയാളം അറിയാം. കുറച്ച് അറിയും. അത് പാലക്കാട് പോയിട്ട് വന്നേ. പാലക്കാട് പോയിട്ട് എവിടെ നാട് ചേട്ടാ? തൃശ്ശൂര്. തൃശ്ശൂർ നല്ല നാട്. മുഹമ്മദ് ഫഹീം. ഏത് കൊല്ലത്തിലാണ് പാലക്കാട് വന്നത്? അവള് പാലക്കാട് കുറച്ച് വേല ഒരു ഫ്രണ്ട്ഷിപ്പ് കോയമ്പത്തൂരില്. അവളെ കല്യാണം മണ്ഡപത്തിലെ പോയിട്ട് വന്നേ നൈറ്റ്. 4-5 അവള് 2 മാസമായി അവള് കോയമ്പത്തൂർ. അവളതാ ചുമ്മാ അവളെ നീ പേசுற തമിഴ് നല്ല അറിയും. തമിഴ് നല്ല അറിയും അവളെ കേട്ടാ. ആഗ്ര ഫോർട്ടിന്റെ ഫ്രണ്ടിൽ നിൽക്കാണ്. പുതിയ ഡയറി കുറിപ്പിൽ ഞങ്ങളെ ആഗ്ര ഫോർട്ട് എത്തിയിട്ടാ. ആഗ്ര ഫോർട്ടിൽ ഇവിടെ മറ്റേ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ആണ്, ഓൺലൈനായിട്ട് എടുക്കണോട്ടാ. ഇവിടെ വന്നിട്ട് തന്നെ അവിടെ QR കോഡ് സ്കാൻ ചെയ്താൽ ടിക്കറ്റ് അവൈലബിൾ ആണ്. QR കോഡ് സ്കാൻ ചെയ്യുക. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പേയ്മെൻറ്റിൻ്റെ ലിങ്ക് വരും. അതിൽ നിന്ന് നമ്മുടെ നമ്പർ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ UPI വഴി അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി നമ്മൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് അവർ റിസീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ലിങ്ക് തരും. ആ ലിങ്കിൽ നമുക്ക് ഈ പറഞ്ഞ PDF ആയിട്ടാണ് വരിക ടിക്കറ്റ്സ്. അത് കാണിച്ചു കൊടുക്കും. അതാണ് ഉള്ളിൽ കയറ്റി കൊടുക്കുക. അതാണ് ഇവിടെ എൻട്രി. എൻട്രി കിട്ടാ. ഉള്ളിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര സെറ്റപ്പെട്ട ഫോട്ടോഷൂട്ടാണ്. ഇടകയറണ്ട. പുറത്താകുമ്പോൾ ചോപ്പാലും ഉള്ളി വന്നപ്പോൾ ബ്രൗൺ ആയല്ലോ. എന്ത് സംഭവം കുറെ പ്രാവേട് മുകളിൽ കൂടെ വന്നു നടക്കുന്നു.
എല്ലാവർക്കും ഗൈഡ് ഉണ്ട് കേട്ടോ. എൻ്റെ മോളിൽ ഇനി കയറാണ്ടില്ല. ഇവിടെ കുറേ ഉണ്ട് കാണാൻ. അത്യാവശ്യം മോളിൽ കയറാണ്ട്. പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ അറിയാം നല്ല വലിപ്പുള്ളതാണ്. അറിയില്ലടാ, അറിയില്ല. എല്ലായിടത്തും ഉള്ള പോലത്തെ ഫോട്ടോ അങ്ങനത്തെ എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കും. സ്റ്റേഡിയം ആണുള്ളത്. ഇക്കാളായിട്ട് സ്റ്റേഡിയം. ഇവിടെ കുറച്ച് പീസ് ഉണ്ട് അല്ലേ? വരുന്നുണ്ട് ആള്. അച്ഛൻ കടിക്കുവോ? ഓടി. रतन सिंह की हवेली എന്തുണ്ട് പക്ഷേ ക്ലോസ്ഡ് അവിടെ. അവിടെ അവിടെ പോവാ. നല്ല സംഭവം നല്ല ഉണ്ട്. അതിലേറ്റവും സ്മോൾ ഭാഗം തോന്നുന്നുണ്ട്. നാഗിന മസ്ജിദ് 1635 വൈറ്റ് മാർബിളായിട്ട് ഉണ്ടാക്കിയതാണ്. മുഗൾ കിങ് ഷാജഹാൻ. നമ്മളിപ്പോൾ കണ്ട നാഗിന മസ്ജിദിൻ്റെ ഉള്ളുഭാഗമാണ് കേട്ടത്. ഫുൾ വൈറ്റ് മാർബിളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഫുള്ള് വൈറ്റ് മാർബിൾ കേട്ടോ. അടിപൊളിയാണ്. നല്ല തണുപ്പൊക്കെ ഉണ്ട് കാണാൻ. ആഗ്ര ഫോർട്ടിൻ്റെ മുകളിലാണ് ഭാഗം. आगे में जो बना हुआ है दो लोग हैं वहाँ पर क्या? नहीं दो नहीं एक है। लुक थोड़ा एक करने एक लोग के लिए एक तो है वो तो बाकी छोटा तस्वीर मस्जिद कहलाया है। ये मस्जिद നമുക്ക് അപ്പുറത്തെ സ്ഥലം പോയേക്കാം. ആഗ്ര ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പാണ് തോന്നുന്നുണ്ട്. തല മുട്ടാണ്ട് നോക്കണ്ടാ. തല നോക്കിക്കോ. ഇതിൻ്റെ ടോപ്പ് ഭാഗമാണ്. ടോൾ പ്ലാസ ടോപ്പ് ഭാഗമാണ് ടോൾ പ്ലാസ. വാട്ടർ സപ്ലൈ സിസ്റ്റം ഉണ്ടോ ചോദിച്ചു. ഷഹി ഹമാം ആൻഡ് വാട്ടർ സപ്ലൈ സിസ്റ്റം. വാട്ടർ സപ്ലൈ സിസ്റ്റം സൗണ്ട് എന്തോ നല്ല സൗണ്ട് കേൾക്കാണ്ട്. എന്തിൻ്റെ ഒന്നൊരു പിടിയില്ല. ഏറ്റവും ടോപ്പട്ട ആഗ്ര ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പ് അത് ഭാഗമാണ്. ട്രെയിൻ പോണ സൗണ്ടാണ്. ആരും ഒന്നും പേടിക്കണ്ട. അവിടെ ഒരു പാലം ടൈം ഇപ്പോൾ ട്രെയിൻ പോകണ അർത്ഥമല്ലേ. ഇതെല്ലാം കാണുന്നുണ്ടാവും. ഇതാണ് ഏറ്റവും വലിയ. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഇതാണ് കേട്ടോ. ഇങ്ങോട്ടൊന്നുമില്ല. പറസോൽ സ്ഥലം. ജഹാംഗീർ ത്രോൺ ഓഫ് ജഹാംഗീർ. റോഡ് എന്നാ വിട്ടാലോ ഇവിടുന്ന്.
കഴിഞ്ഞില്ലേ? നമ്മൾ ആഗ്ര ഫോർട്ടിനോട് ഇവിടെ പറയുകയാണ് പോലെ നേരെ റൂമിൽ പോകുന്നു. ചാർജ് ചെയ്യാണ്ട് ചാർജ് ചെയ്തിട്ട് നേരെ ഡൽഹി. വേറെ സർപ്രൈസ് ഉണ്ട്, അത് റൂമിൽ എത്തിയതിൻ്റെ ശേഷം പറയാം. ഓക്കെ. क्या हो गया? चली जाइए ना। ഇത് ഇവിടെയാണ് ബുക്കിംഗ് കൗണ്ടർ. പക്ഷെ അവിടെ ഇപ്പോൾ എടുക്കാറില്ല, അവിടെ ക്ലോസ്ഡാണ്. അവിടെ സ്കാനിങ്ങിൻ്റെ സാധനം ഉണ്ട്, അതിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യരുത്. അവിടെ ഇത് താജ്മഹലിലും അങ്ങനെ തന്നെയാണ്, ഇവിടെ ആഗ്ര ഫോർട്ടിലും അങ്ങനെ തന്നെ ബുക്ക് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ആഗ്ര ഫോർട്ട് വിട്ട് തിരിച്ച് റൂമിൽ പോകട്ടാം. ബൈക്ക് അപ്പുറത്ത് പാർക്കിങ്ങില്ല. നീ വയ്യ ഇവിടെ എന്താണ് പ്രശ്നം? പുറത്തിറങ്ങി എല്ലാവരും കൂടി വന്ന് പൊതുങ്ങും. ഗോലി സോഡ ആദ്യം ദോ സോഡ ദോ. ഇന്ത്യയൊക്കെ അടിപൊളി വരുന്നുണ്ട്. അവിടെ തന്നെ മറ്റേ താജ്മഹൽ കയറിയപ്പോ തന്നെ പാക്ക ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. സിഗരറ്റും എല്ലാതും പിടിച്ചിട്ടുണ്ട്. വേണ്ട ഭയ നെയ്യ് ഭയ. പ്രഷറാണ് പ്രഷർ. चार दो गोली सोडा तीटा गोली सोडा नमक काला नमक नमक नमकല്ല ഞാൻ വളരെ മിക്സഡ് ആവില്ല. കോപ്പറപ്പ് ചാവുന്നതാണ്. മിക്സഡാണ്, എന്തോ മസാല ഒക്കെ മിക്സ് ഉണ്ട്. ഒറ്റ കൊടുപ്പിൽ ഇങ്ങനെ കുടിച്ചാ എന്തൊരു മസാല ഉണ്ട്. भाई बोलो बाय. ഇപ്പോൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാണ്. എല്ലാം പാക്ക് ചെയ്ത് എന്തുകൊണ്ടും പാക്ക് ചെയ്ത്. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ചില പറഞ്ഞോ. ഇവര് നമ്മളെ വിട്ട് പോവാണ്. ഇവര് ജയ്പൂരും പോവാ, നമ്മൾ ഡൽഹി. രണ്ട് വഴിക്ക് പോവാണ്. സ്പ്ലിറ്റായി പോവാണ്. അടിച്ച് പിരിഞ്ചാച്ച് ഞങ്ങൾ. ഇവര് വിട്ട് പറഞ്ഞ് പോവാണ് ഗൈസ്. ഒരു ഭയം പറടാ. അപ്പൊ എല്ലാവർക്കും ഇനിയുള്ള വ്ളോഗില് ഇവരുണ്ടാവോ ഞങ്ങൾ അങ്ങനെ പോവാണ്. അങ്ങനെ ജയ്പൂർ നാട്ടിലേക്ക് ഇറങ്ങും. Copyright. ബൈ പറയും. ഇൻഷാല്ലാ എല്ലാവർക്കും ബൈ. ഓക്കെ, അപ്പൊ വിടല്ലേ? പോലെ ഓക്കെ. അവര് പോയി. ബ്ലോക്ക് മാറാൻ വേണ്ടിയിട്ടാണ്.
ആഗ്ര ടു നോയിഡ 165 കിലോമീറ്റർ എക്സർസൈസ് ആണ്. അപ്പോൾ പോവാല്ലേ? ഉണ്ടാവും UP റൈഡേഴ്സ് ഉണ്ട്. ബൈക്ക് ടോൾ കൊടുക്കണം. എത്രയെന്നറിയില്ല. നോയിഡ ഡൽഹിയല്ലേ. फोन पे है ना भैया? फोन पे गूगल पे और कितना? दिल्ली 205 205. हाँ दिन उड़ी अंदर 5 നോക്കിയാ 205 അപ്പോൾ കാർഡ് എടുക്കില്ല. അതേപോലെ ഫോൺ പേ ഉണ്ടാവില്ല. നെയ്യ ഭയ്യ ഫോൺ പേയിൽ ക്യാഷ് തന്നെ കൊടുക്കണം. ഓൺലി ദാറ്റ് ഓൺലി 500 rupees. 205 രൂപയാണ് നോയിഡ വരെ. ഡൽഹി വരെ നോയിഡ വരെ ഉണ്ട്. 205 രൂപയാണ് ബൈക്ക് വരും. അങ്ങനെ ടോള് കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കയറി. ബജിപ്പ എന്താ ബജിയുടെ എന്താ സാധനം കഴിച്ച് 100 റുപ്യ. ചായക്ക് 20. ചായ കുഴപ്പമില്ല, എന്നാലും 20 ഇഷ്ടമല്ല. എന്താണ് ഏരിയ? ഇവിടുന്ന് ഒരു എക്സിറ്റും ഉണ്ട് മാത്രം. ടോളിൻ്റെ സ്ലിപ്പ് ഈ ടോളിൽ കാണിക്കണം. 60-65 കിലോമീറ്റർ ഒന്ന് അടുത്ത് ടോള് കിട്ടും. അവിടെയും കാണിക്കണം. കളയണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഡൽഹിയിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് ഊട്ടിയിലെ തിരക്ക് കഴിഞ്ഞപ്പോൾ ഒരു റൂമിലെത്തിയിട്ടുണ്ട്. നല്ല നേരമായി. അപ്പോൾ പിന്നെ എന്തായാലും ടെൻ്റ് അടിക്കണ്ടെന്ന് വിചാരിച്ച് ഇപ്പോൾ ഒരു റൂം എടുത്ത്. എത്ര പേര് റൂം ഇട്ടേ? 399 രൂപയ്ക്ക് റൂം കിട്ടി. എന്തോ സ്പെഷ്യൽ ഓഫർ എന്തൊക്കെ ഉണ്ട് കിട്ടിയപ്പോൾ എടുത്താണ്. ദീപാവലി ഓഫർ എന്ന് പറഞ്ഞാൽ കിട്ടിയതാണ്. എന്തോ ഒരു പങ്കെന്തോ സ്ഥലമാണ്. അപ്പോൾ അവിടെ റൂം എടുത്ത് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് പോന്നു. വേഗം പോന്നു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ താജ്മഹലും ആഗ്ര ഫോട്ടോ ഒക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക. എന്തെങ്കിലും കമൻറ്റ് ബോക്സ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത അടിപൊളി കാഴ്ചയായിട്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.